നമ്മളിന്ന് ഡിൻഡിയിലുള്ള സ്റ്റെർലിംഗ് ഹോളിഡേയ്സിൻ്റെ റിസോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യാനല്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഡിൻഡിയിലുള്ള സ്റ്റെർലിങ്ങിൻ്റെ പ്രോപ്പർട്ടി 2021 വരെ അത് ക്ലബ് മഹീന്ദ്ര ഇരുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് റീഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിലേക്ക് പോയത്. സ്റ്റെർലിങ്ങിൻ്റെ എൻട്രൻസിലേക്ക് കയറുന്ന ആ ഒരു ഏരിയയിലെല്ലാം തന്നെ ഇഷ്ടം പോലെ തെങ്ങിൻ്റെ തോട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാം. നമ്മൾ ആ വഴി കൂടെ നേരെ കയറി ചെല്ലുമ്പോൾ സ്റ്റെർലിങ്ങിൻ്റെ ബോർഡ് കണ്ടു. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു പോണ്ട്, അതിൻ്റെ കരയിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ക്ലബ് മഹീന്ദ്രയുടെ അത്രയും സ്ഥലങ്ങൾ ഒന്നുമില്ല, കുറേ ഏരിയാസ് കവർ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് സ്റ്റെർലിങ്ങിൻ്റെ. ശരിക്കും അവരുടെ ആ ഒരു ക്ലബ് മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ നേരത്തെയൊക്കെ 99 ഇയേഴ്സ് വരെയുള്ള ഒരു മെമ്പർഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഒരു ഹോട്ടൽ പോലെ നമുക്ക് ബുക്ക് ചെയ്ത് പോയി താമസിക്കാം, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പഴയ മെമ്പേഴ്സിന് ഇപ്പോഴും ഫെസിലിറ്റിയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ താൻ്റെ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ആദ്യം പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴി. നല്ല ഗ്രീനി ആയിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഗ്രീനാണ് ഈ വഴി. നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ തന്നെ ബൊഫേ സിസ്റ്റമുണ്ട്, അലാക്കാട്ടയുണ്ട്. നമ്മൾ അലാക്കാട്ടയാണ് ഓർഡർ ചെയ്തത്, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ലഞ്ച് ബൊഫയിൽ കുറേ ഐറ്റംസ് ഇങ്ങനെ ഇവിടെ അവൈലബിൾ ആണെന്ന് ഇരിക്കുന്നതായിട്ട് കണ്ടു. അവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ട്. അവരൊക്കെ ഒരു 1-1:30 ആകുമ്പോൾ വരും. നമ്മളതിന് നേരത്തെയാണ് വന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റാണ്. നീറ്റ് ആൻഡ് ക്ലീനൊക്കെ തന്നെയാണ് അതിൻ്റെ അകം. ലൈറ്റൊക്കെ ഉണ്ട്, ഇൻറ്റീരിയറും അതിൻ്റെ റൂഫിൻ്റെ ആ ഡിസൈനും ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. രാത്രി കുറച്ചും കൂടെ മനോഹരമായിട്ടിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള കാഴ്ച. അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതാണ്ട് അവിടെ ഒരു ഷട്ടിലിൻ്റെ കളിക്കാനുള്ള കോർട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ തെങ്ങിൻ തോട്ടം സൈഡിലായിട്ടുണ്ട് അതിൻ്റെ അടുത്ത്. ഇതാണ് ആ കെട്ടിടത്തിൻ്റെ വ്യൂ ആണിത്. പിന്നെ അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ ഗോദാവരി റിവർ കാണാം. അതിൻ്റെ ദൂരെയായിട്ടൊരു ഷിപ്പിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിതിന് ചുറ്റുമൊക്കെ വെറുതെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ചേർന്നിട്ടൊരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ക്യാരംസും ചെസ്സും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ പ്ലേ ഏരിയയും പിന്നെ ഒരു ടേബിൾ ടെന്നീസിൻ്റെ ഒരു ഏരിയയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇതൊക്കെയാണ് പലതരത്തിലുള്ള ആ ഒരു ഗെയിം സോണുകളുടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വരികയായിരുന്നു. അവിടുന്ന് ഇനി അടുത്ത് നമ്മൾ അങ്ങോട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂള് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂൾ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഇൻഫിനിറ്റി പൂളാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പൂളാണ്. ഗോദാവരി നദിയെ ഫേസ് ചെയ്തുകൊണ്ടുള്ളൊരു പൂളാണത്. കാണാനൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതാണ് ആ ഒരു പൂളിൻ്റെ എൻട്രൻസിൻ്റെ ഏരിയ. നമ്മൾ പൂളിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു സ്കിഡ്സ് പൂളും പിന്നെ അല്ലാത്ത ഒരു വലിയ പൂളും ഉണ്ട്. രണ്ടും ഇവിടെ ചേരുന്നതാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സ്പായുടെ ഒരു ഏരിയയൊക്കെ ഉണ്ട്, കണ്ടായിരുന്നു ബോർഡ്. ഈ പൂളിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് സ്റ്റെർലിങ്ങിൻ്റെ പൂളിൻ്റെ വ്യൂ. നമ്മുടെ ആ ഒരു ഗോദാവരി റിവറിനോട് നേരെ കാണത്തക്കവണ്ണമാണ് ആ ഒരു പൂൾ ഏരിയ. പക്ഷേ റിവർ കുറച്ച് ഡിസ്റ്റൻസിലാണ്. നമ്മുടെ ക്ലബ് മഹീന്ദ്രയിലൊക്കെ ആണെങ്കിൽ അവിടെ ചേർന്ന് തന്നെ നമുക്ക് ആ റിവർ കാണാം. പക്ഷേ ഇത് കുറച്ച് വിട്ടിട്ടാണ്. ഇതാണ് നമ്മുടെ ആ റിസപ്ഷൻ്റെ ഒരു ഏരിയ. റിസപ്ഷൻ ഏരിയയിലുള്ള കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്. പിന്നെ കുറേ ബൊമ്മകളൊക്കെ ആ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ, കാണാനൊക്കെ കൊള്ളാം. ഇൻറ്റീരിയറൊക്കെ ഉള്ളത് നന്നായിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റിസപ്ഷൻ്റെ ഏരിയയിൽ നമ്മൾ നേരെ പോകുന്നത് കോട്ടേജസൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നിറയെ മുളകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുളകൾ അതിൻ്റെ കാഴ്ച നല്ല ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിസോർട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റിസോർട്ടാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ വെളിയിലുള്ള കാഴ്ചകൾ നമ്മളുടെ അങ്ങോട്ട് താഴേക്ക് നടന്നു പോകുന്ന ഒരു വഴിയൊക്കെ ഉണ്ട്. ഇതാണ് ആ വഴി. നമ്മൾ
റെസ്റ്റോറൻറ്റിൽ നിന്ന് താമസിക്കാനുള്ള ഒരു ഏരിയയിലേക്ക് പോകുന്ന വഴിയാണിത്. 2 തൂണുകളൊക്കെ അവിടെ വളരെ ട്രഡീഷണൽ സ്റ്റൈലിലൊക്കെ പെയിൻറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആക്ടിവിറ്റീസിൻ്റെ സോണുണ്ട് ഈ സൈഡിലായിട്ട്. കുറേ തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. സൈക്ലിങ്, അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് ക്ലൈംബിങ്ങിൻ്റെ കുറേ ആക്ടിവിറ്റീസ്, ഷൂട്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഒരു ഏരിയ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സൈക്ലിംഗ് ഒക്കെ ഇവിടെ 150 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് അരമണിക്കൂർ നേരത്തേക്ക്. നമ്മുടെ താമസിക്കുന്ന ഏരിയയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ സിമെൻറ്റ് റോഡ് 2 സൈഡിലായിട്ട് ഹൈറ്റിലേക്ക് നിൽക്കുന്ന ഒരു വഴിയാണിത്. ഒരു സൈഡിലായിട്ട് ഒരു കുളത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ആ ഒരു കെട്ടിടമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആണ് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ പോയി നോക്കാം എന്തായാലും. ആ ഒരു ഏരിയയിലെത്തി. അവിടെ വ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പറയുന്ന ഒരു പോണ്ടിനോട് ഫേസ് ചെയ്തിട്ടാണ്. അതിൽ നിറയെ അമ്പലുകളൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ ഇവിടെ നടന്നു പോകുന്ന സമയത്ത് അകത്തേക്കൊരു വഴിയൊക്കെ ഉള്ളൂ. പോയി നോക്കാം അവിടെ എന്താണെന്ന്. ഈ വഴി നേരെ കയറി ചെല്ലുന്നത് ഒരു നടുത്തളമാണ്. ആ നടുത്തളത്തിന് ചുറ്റും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതിൽ വന്നിട്ട് പിന്നെ ഈ കെട്ടിടങ്ങൾ വന്നിട്ട് ഏതാണ്ട് നമ്മുടെ നിറയെ തെങ്ങുകളൊക്കെ അതിൻ്റെ നടുക്കായിട്ടുണ്ട്. പിന്നെ വന്നിട്ടൊരു നടുക്കിരിക്കാൻ വേണ്ടി ഒരു ടേബിളും ചെയർ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ലൈറ്റിങ്ങും അതിൻ്റെ നടുക്കായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനകത്തെ റൂംസ് നമ്മൾ തുറന്ന് കണ്ടില്ല. പക്ഷേ വെളിയിൽ നിന്ന് കാണാനൊക്കെ കൊള്ളാം. നല്ല മനോഹരമായിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നോക്കാം, ഇവിടുന്ന് വെളിയിലേക്കുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മളവിടെ നടന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെളിയിൽ ഇറങ്ങിയ സമയത്ത് നേരെ അത് വന്നിറങ്ങുന്നത് ആ ഒരു പോണ്ടിൻ്റെ ഏരിയയിലേക്കാണ്. പോണ്ടിൽ ബോട്ടിങ് അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടില്ല. അതിന് ചുറ്റുവട്ടത്തിലൊക്കെ നടക്കാനുള്ളൊരു വഴിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ചുറ്റുവട്ടം നടക്കാനുള്ള വഴിയെല്ലാം ഉണ്ട്. നേരെ ഒരു നടുക്കായിട്ടൊരു ദ്വീപ് പോലെ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് നടക്കാനുള്ള ഒരു പാലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പുറം സൈഡിൽ കൂടെ ഇതിലേക്ക് വരാം, ദ്വീപിലേക്ക് വരാം. നമ്മളതിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നു വരുന്ന സമയത്ത് ഇതാണ്ട് അവിടുത്തെ കാഴ്ചകൾ, ഈ സൈഡിലുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. അതിൻ്റെ അകത്തായിട്ട് താണ്ട കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ഭയങ്കര ഹൈ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് ആണ് എന്ന് പറയാം. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഫെസിലിറ്റീസൊക്കെ അത്യാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളും ഗെയിം ഏരിയയും അങ്ങനെ പറയുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ ആ ഒരു പോണ്ടിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും താണ്ട് ഈ ഒരു വാക്ക് വേയിൽ അവിടെ എത്തി. വാക്ക് വേ ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ മിഡിലായിട്ടൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഈ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ്. സ്റ്റേർലിങ്ങിൻ്റെ ഒരു ബോർഡുണ്ട് ഇവിടെ. നമ്മളങ്ങനെ ഒരു റൗണ്ട് കറങ്ങി നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും എന്താ പറയുക, വലിയ ഒരു ഹൈ ലെവലിലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മളവിടുന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി. ഒരു തെങ്ങിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്, ആ തോട്ടത്തിൽ കൂടെ അങ്ങനെ പോവുകയാണ്. അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. തെങ്ങിൻ തോട്ടത്തിൽ കൂടെ തന്നെയാണ്, വേറൊരു സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങുന്ന വഴി. നേരത്തെ വന്ന വഴിയല്ല. ഈ റോഡ് സിമെൻ്റൊക്കെ ഇട്ടതും പിന്നെ ടാർ ചെയ്തതായിട്ടുള്ള വഴിയാണ്. അപ്പോൾ അവിടെ ഒരു ബോട്ടൊക്കെ നിർമ്മിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഈ ഗോദാവരി നദിയോട് ചേർന്നിട്ട് അതിൻ്റെ ആ ഏരിയയിലേക്ക് ഒന്ന് പോവുകയാണ്. ഇതാണ്ട് ഇവിടെ വന്നിട്ട് നമ്മളിതാണ്ട് ഇങ്ങോട്ട് പോകുന്ന വഴി കണ്ടോ, റൈറ്റ് സൈഡിലായിട്ട് ബോട്ടൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലം കാണാം. പിന്നെ ഗോദാവരി നേരിട്ട് ഒരു എൻഡ് പോകാനുണ്ട്, അതുവരെ ഒന്ന് പോവുകയാണ്. അപ്പം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് സ്റ്റെർലിംഗ് ഹോട്ടലിൽ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ നേരെ വണ്ടി കൊണ്ടുവന്ന് നമ്മൾ നിർത്തുന്നത് ഗോദാവരിയുടെ കരയിലാണ്. അത്യാവശ്യം രസകരമായിട്ട് പോകാനാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു പോകാനാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യാത്രാ വീഡിയോയിൽ. ഇനി അങ്ങോട്ട് എന്താ പറയുന്നത്, നമ്മൾ പുറത്തേക്ക് പോകുന്ന
തിരിച്ച് നമ്മൾ ഡിണ്ടിയിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ തെങ്ങും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിഷ്വൽസ് കണ്ടുകൊണ്ട് തിരിച്ചു വരികയാണ്.